കോഴിക്കോട് കള്ളത്തോക്ക് നിർമ്മാണം 3 നാടൻ തോക്കുകളുമായി ഒരാൾ അറസ്റ്റിൽ. ആമ്പല്ലൂർ ഉണ്ണി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസെ, എന്താണ് വിവരങ്ങൾ? തോക്കുകളുമായി ഒരാൾ അറസ്റ്റിലായി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ അറസ്റ്റിലായ ഉണ്ണിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ? ഈ ഉണ്ണി നേരത്തെയും ഈ തോക്ക് നിർമ്മാണത്തിൽ തന്നെ പരിചയമുള്ള ആളാണോ? കളിദാസ്, കോഴിക്കോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട്ടിലാണ് ആമ്പല്ലൂർ ഉണ്ണി എന്നയാളെ കള്ളത്തോക്കുകളുമായി പിടികൂടിയത്. ഇയാൾ വീടിനോട് ചേർന്ന് കള്ളത്തോക്ക് നിർമ്മാണം നടത്തുകയായിരുന്നു. 2 നിർമ്മാണം പൂർത്തിയാക്കിയ തോക്കുകളും ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തോക്കുമാണ് പോലീസ് പിടികൂടിയത്. തൊട്ടിൽപ്പാലം പോലീസാണ്. തൊട്ടിൽപ്പാലം പോലീസ് ഇൻസ്പെക്ടർ M നൌഷാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തുകയായിരുന്നു. അങ്ങനെയുള്ള പരിശോധനയിലാണ് വീടിനോട് ചേർന്ന് ഇങ്ങനെ കള്ളത്തോക്ക് നിർമ്മാണം നടക്കുന്നു എന്ന രീതിയിൽ, തോക്ക് നിർമ്മാണം നടക്കുന്നു എന്ന രീതിയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമായും ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾക്കാണ് നമ്മൾ കള്ളത്തോക്ക് എന്ന് പറയുക. ഇത് പലപ്പോഴും ഈ നായാട്ടിനൊക്കെയാണ് പലരും ഉപയോഗിക്കാറുള്ളത്. ചിലർ ഒക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യന് നേരെ ഉപയോഗിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പരിശോധിക്കുമ്പോൾ ഈ കള്ളത്തോക്കുകൾ ഉപയോഗിച്ച് മനുഷ്യനെ ഒക്കെ ഇല്ലാതാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യന് നേരെ ഉപയോഗിച്ചത്, ഇല്ലാതാക്കിയല്ല, മനുഷ്യന് നേരെ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഈ കാട്ടുപന്നി അല്ലെങ്കിൽ അതുപോലെ മൃഗവേട്ടയ്ക്കൊക്കെയാണ് ഈ കള്ളത്തോക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിന് ലഭിക്കുന്നു, ഒരു രഹസ്യവിവരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു. അങ്ങനെയാണ് ആമ്പല്ലൂർ ഉണ്ണിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ആ വീടിനോട് ചേർന്നാണ് ഈ തോക്ക് നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. അയാളെ ഇന്നലെ രാത്രിയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് തൊട്ടിൽപ്പാലം പോലീസ് നീങ്ങും. കാളിദാസ്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.